നീ ഇതുവരെ കിടന്നില്ലേ? എനിക്ക് ഉറക്കം വന്നില്ല. ഒരു ചെറിയ തലവേദന. ചെറിയ വേദനയൊന്നും വന്നാൽ കാര്യമാകാത്ത ആളാണല്ലോ നീ. ഇപ്പൊ എന്ത് പറ്റി? ചെറിയ വേദന പോലും താങ്ങാനുള്ള കരുത്തില്ലാതായി പോയോ നിനക്ക്? ചെറിയ വേദനയല്ലല്ലോ ഡാഡി. ഞാൻ ഉപദേശിക്കുന്നതൊന്നും പണ്ടേ നിനക്കിഷ്ടമല്ല. എന്തുകൊണ്ടോ സ്വന്തം ജീവിതത്തിൽ പലതവണ തോറ്റുപോയ ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വിജയത്തിലേക്കുള്ള വഴികൾ എനിക്കത്ര നിശ്ചയം പോരാ. പക്ഷേ ഞാൻ നിന്റെ അച്ഛനാണ്, നീ എൻ്റെ മകളും. നിനക്കൊരു സങ്കടം വന്നാൽ അതെന്നെ ബാധിക്കും. എന്നെക്കുറിച്ച് ഓർത്ത് ഡാഡി വിഷമിക്കരുത്. എനിക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. പറ്റണം. ഇതൊക്കെ ജീവിതത്തിലെ ഒരു പരീക്ഷണമായിട്ട് കാണണം. എന്ത് ചെയ്തിട്ടായാലും നമ്മൾ ജയിക്കും. ഇവിടെ നമ്മൾ തോറ്റാൽ തോറ്റതാണ്. പിന്നീട് ജയിക്കാനായിട്ട് ഒരവസരം കിട്ടിയെന്ന് വരില്ല. അദ്ദേഹം ഒരിക്കലും എന്നെങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഡാഡി. ചതിച്ചൊന്നും ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റില്ല. സംഭവിച്ചതെല്ലാം നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എവിടെയോ എന്തോ ഒരു തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിരഞ്ജനെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ അയാൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ മറ്റെന്തോ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയാണ്. എന്ത് കാര്യം? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നിരഞ്ജൻ അങ്ങനെ തീരെ സംസ്കാരമില്ലാത്ത ഒരാളാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആ അഭിപ്രായം എനിക്കുമില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും വിശാലിനെ ഈ വീടിന്റെ പരിസരത്ത് പോലും അടുപ്പിക്കില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തു. അത്രയും നിലവാരമുള്ള ഒരാള്. അദ്ദേഹം ഇങ്ങനെയൊക്കെ തരം താഴ്ന്ന കാണുമ്പോഴേ എനിക്ക് സങ്കടം. ഇപ്പൊ എടുത്തുചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതെവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാം. നീ തനിച്ചില്ലെന്ന് എപ്പോഴും ഓർക്കണം. എല്ലാത്തിനും നിന്നോടൊപ്പം ഞാനുണ്ട്. ചില നേരത്ത് ഇങ്ങനെ കരയുന്നത് നല്ലതാണ്. മനസ്സിന്റെ പിരിമുറുക്കങ്ങൾ മുഴുവൻ ഈ കരച്ചിലുകൊണ്ട് ഇല്ലാതാവും. ഭക്ഷണം റെഡി. പ്രേമിച്ച എവിടെ? മുറിയിലേക്ക് പോകുന്ന കണ്ടു. ഇനിയിപ്പോ ഉറങ്ങിയോ ആവോ? പോയി വിളിച്ചോണ്ട് വാ അവരെ. അവർക്ക് വേണ്ടിയാ കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. അമ്മ വയ്ക്കുന്ന പോലത്തെ സാമ്പാർ വേണത്ര. എനിക്കറിയാവോ അമ്മ വയ്ക്കുന്ന സാമ്പാർ എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവളുടെ കൈപ്പുണ്യം ഒന്ന് വേറെ തന്നെയായിരുന്നു. ഒരിക്കൽ കഴിച്ചിട്ടുള്ളവരുടെ നാവിൽ നിന്നും അത് ഒരിക്കലും വിട്ടുപോവില്ല. അതെന്താ രുചിയിൽ പശയുണ്ടോ? ഒട്ടിപ്പിടിച്ചിരിക്കേ. ഞാന് പ്രേമയെ വിളിക്കാം. പ്രേമേ, പ്രേമേ,
ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.